കാന്താര ചാപ്റ്റർ 1 മലയാളം വേർഷനിൽ ഋഷഭ് ഷെട്ടിയുടെ ശബ്ദമായ RJ സുരാജ്. ഞങ്ങളെ കാണാൻ നിങ്ങൾ വന്നില്ലേ, നിങ്ങളെ കാണാൻ ഞങ്ങൾക്ക് വന്നൂടെ? ഞാൻ വിശ്വസിക്കുന്നത് അവസരമാണ് ഒരു മനുഷ്യനെ വലുതാക്കുന്നത്. പിന്നെ നമുക്കിങ്ങനെ ഒരു ഇളക്കുണ്ടാക്കിയത് എനിക്ക് മിസ്സായല്ലേ, എനിക്ക് ബാക്ക് സ്പേസ് അടിക്കാൻ പറ്റില്ല, ലൈഫല്ലേ. കാട്ടിൽ ജീവിക്കുന്ന ആളല്ലേ ചേട്ടാ, കുറച്ചും കൂടി ലോക്കലാക്കുക. അത് മാസം അത്ര വേണ്ട ചേട്ടാ. ഞങ്ങളുടെ ആളുകളെ തുറങ്കിലടിച്ച് അവരുടെ രക്തം കൊണ്ട് സാമ്രാജ്യം കെട്ടിപ്പടുത്ത് ഞങ്ങളുടെ സമ്പത്ത് കൊണ്ട് ഖജനാവ് നിറച്ചിട്ട് ഇപ്പൊ സമാധാനം പറയാൻ വന്നിരിക്കുന്നോ? ഒന്നും അറിയില്ലായിരുന്നു പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് പോലും ആ സമയത്ത് ഒരു ഇൻസ്ട്രക്ഷനും ആരും തന്നില്ല. ആഗ്രഹിക്കുക, അതിനുവേണ്ടി അധ്വാനിക്കുക. ഒരു ദിവസം, ഒറ്റ ദിവസം നിങ്ങളുടെ സുരാജ്, കാന്താര തിയേറ്ററിൽ ഇങ്ങനെ നിറഞ്ഞോടുകയാണ്. അതെ, ആളുകളുടെ കയ്യടി ബഹളം, കാന്താര ഇങ്ങനെ ഏറ്റെടുക്കാണ് ആളുകൾ. അതെ. അപ്പം ഈ നായകന് കിട്ടുന്ന കയ്യടിയുടെ ഒരു ഭാഗം തനിക്കൂടെ അവകാശപ്പെട്ടാണെന്നുള്ളൊരു ആ ഒരു എക്സ്പെക്ടേഷനിലും ആ എക്സൈറ്റ്മെന്റിലും ആ ഒരു ഹൈയില് നിൽക്കുകയാണ് എപ്പോഴും. അവകാശപ്പെട്ടാണെന്ന് പറയുന്നില്ല, ഞാൻ ഒരിക്കലും അവകാശം പറയില്ല. എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് ആ ഒരു കയ്യടിയുടെ ഒരു ഭാഗം. എനിക്ക് കിട്ടിയ ഭാഗ്യമാണ്. ഞാൻ എപ്പോഴും റേഡിയോയിൽ പറയാറുണ്ട് ശ്രീജിത്തെ, അതായത് ഒരു വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച മതി ഒരു സിനിമാക്കാരന്റെ ജീവിതം മാറി മറിയാന്ന് പറയാറുണ്ട് എപ്പോഴും. അതിപ്പോ സിനിമയിൽ അഭിനയിക്കുന്ന ആളുടെ ആണെങ്കിലും അല്ലെങ്കിൽ അതിന്റെ ടെക്നിക്കൽ സൈഡ് അങ്ങനെ ആരുടെ ആണെങ്കിലും. പക്ഷെ എന്റെ തന്നെ ജീവിതം ഒരു ഒക്ടോബർ 2 മാറി മറിഞ്ഞത് ഞാൻ തന്നെ ഇങ്ങനെ റിയലൈസ് ചെയ്ത് ഇത് ശരിക്കും ഉള്ളതാണോ, എന്താ പരിപാടി? കാരണം വിശ്വസിക്കാൻ ഒരു പ്രയാസം. അതായത് ശ്രീതിരിക്കുന്ന ഹോസ്റ്റലിൽ ഇരുന്നിട്ടാണ് ഞാൻ ഇത്രയും നാള് ഇന്റർവ്യൂസ് എല്ലാം ചെയ്തത്. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് നേരെ ഓപ്പോസിറ്റ് വന്നിരിക്കുകയാണ്. ഒരു ഗസ്റ്റ് ചെയറിലിരിക്കുക എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്. അതിന്റെ കാരണം കാന്താരയാണ്. കാന്താര ചാപ്റ്റർ 1 ഭാഗമായി ഋഷഭ് സാർ ചെയ്തു വെച്ചിരിക്കുന്ന അത്രയും വലിയ ലെജൻഡറി പെർഫോമൻസിൽ മലയാളത്തിൽ സംസാരിക്കാൻ പറ്റിയതിൽ വലിയ പ്രിവിലേജ്, വലിയ പ്രൗഡായിട്ട് തന്നെ കാണുന്നു. ഈ ആദ്യ ദിവസം തിയേറ്ററിലിട്ട് ചെല്ലുമല്ലോ, ചെന്നിട്ട് നമ്മളിത് കാണുമ്പോൾ ഏതെങ്കിലും മൊമെന്റ് സ്വന്തമായിട്ട് അങ്ങ് തോന്നിയിരുന്നു ഇത് മാറി, ഇതിപ്പം എന്റെ ശബ്ദമല്ല, ഇതിപ്പോ ഋഷഭ് ഷെട്ടി തന്നെയാണ് എന്ന് തോന്നുന്ന ഒരു ക്ലോസിന് അല്ലെങ്കിൽ കൂടെ ഉള്ള ആളുകൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിരിക്കും? എല്ലാവർക്കും പരിചിതമായിരിക്കുമല്ലോ ശബ്ദം. അപ്പൊ തിയേറ്ററിൽ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ആൾക്കാർ അങ്ങനെ പറഞ്ഞിരുന്നോ? എന്നെ അറിയുന്നവർ പറഞ്ഞ കമന്റ് എന്താണെന്നറിയോ? അതായത് ഏറ്റവും ആദ്യത്തെ കുറച്ച് ഡയലോഗുകൾ ഞാൻ തന്നെയാണ്, അവർക്ക് എന്നെ അറിയാവുന്നതുകൊണ്ട്. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ നീ സിങ്കായി, അതായത് ഋഷഭ് ഷെട്ടി സംസാരിക്കുന്ന പോലെ തന്നെ എന്ന് അതെനിക്ക് കിട്ടിയ വലിയൊരു കമന്റ് ആണ് കേട്ടോ. അതായത് ഇപ്പോൾ എന്നെ അറിയാവുന്ന, വളരെ പേഴ്സണൽ ആയിട്ട് അറിയാവുന്ന എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ കൊളീഗ്സ് ഒക്കെ പറഞ്ഞത് കുറച്ച് നേരം എടുത്തു ഒന്ന് സിങ്ക് ആവാനായിട്ട്. പക്ഷെ സിങ്ക് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ കറക്റ്റ് ഋഷഭ് ഷെട്ടി സംസാരിക്കുന്ന പോലെ എന്നാണ് എനിക്ക് കിട്ടിയ കമന്റ്. ഇതിൽ ഇപ്പോൾ കുറെ കമന്റ്സുകൾ വരുന്നുണ്ട്, അതായത് കുറച്ചുകൂടി ബേസ് വേണം എന്നൊക്കെ. പക്ഷെ ആക്ച്വലി സ്പീക്കിംഗ് ബേസ് ഒന്നും പിടിക്കരുന്ന അവിടെ നിന്ന് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു നമുക്ക്. നമ്മുടെ മലയാളം ഡബിംഗ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നിർമ്മൽ MR, അദ്ദേഹം സൗണ്ട് എഞ്ചിനീയറുമാണ്, അതുപോലെ സ്ക്രിപ്റ്റിൽ ഇരുന്നിട്ടുണ്ട്. ഡബിംഗ് ഡയറക്ടറാണ് അശ്വിൻ ഖനാൽ, അദ്ദേഹമാണ് വൺ ഓഫ് ദി ഡബിംഗ് ഡയറക്ടർ. പിന്നെ ഡബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ്. കുറേ സിനിമകൾക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 10-40 ഹീറോ വോയിസ് ഒക്കെ ചെയ്ത ആളാണ്. അപ്പോൾ ഇവരുടെ ഒരു കൂട്ടായ്മ, ഇവരുടെ ഒരു കെമിസ്ട്രിയിലാണ് ഈ ഒരു സിനിമ ഇത്രയും മനോഹരമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ കോളിലാണ് ഞാനും ഈ സിനിമയിലേക്ക് എൻ്റർ ആവുന്നത്. പിന്നെ അപ്പോൾ കുറച്ച് ചലഞ്ചസ് ഉണ്ടായിരുന്നു, ലൈക്ക് കന്നഡ ഡയലോഗുകൾ മലയാളത്തിലേക്ക് ആക്കുമ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന പക്കാ ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ, വളരെ നാച്ചുറൽ ആയിരിക്കണം. എന്നാൽ ഒരിക്കലും ഒരു വാക്കുകൾ, ആ വാക്കുകൾ എന്താണ് മോഡേൺ ആയിട്ടുള്ള വാക്കുകളോ അല്ലെങ്കിൽ ചേരാത്ത വാക്കുകളോ ഒന്നും ആവരുത്. അതിനുവേണ്ടി എത്ര വേണമെങ്കിലും റിസർച്ച് ചെയ്തോ. പക്ഷെ ഞങ്ങൾക്ക് വേണ്ട ഔട്ട് വളരെ സ്വാഭാവികമായിട്ടുള്ള ഡബിങ് മാത്രമാണ്. കോമഡി ആണെങ്കിലും അങ്ങനെ തന്നെ പക്ക മലയാള സിനിമയിൽ എന്താണോ നിങ്ങൾ സംസാരിക്കുന്നത് അത് തന്നെ വേണം. ബേസ് പിടിക്കണ്ട, മൈക്കിന്റെ അടുത്ത് നിന്ന് ഹസ്കി വോയിസ് വേണ്ട, ഇറങ്ങി ഇന്ന് തന്നെ സംസാരിച്ചാൽ മതി. അങ്ങനെ പക്ക പരിപാടിയായിരുന്നു. എനിക്ക് കുറച്ചുകൂടി ബേസ് വോയിസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഇവര് സമ്മതിക്കില്ലല്ലോ. ബേസ് പറയുമ്പോഴാണ് ഈ സാധാരണ ഈ മൊഴിമാറ്റി വരുന്ന പടങ്ങള് അല്ലെങ്കിൽ ഡബ് ചെയ്ത് അത്ര എഫോർട്ട് ഇടാതെ ഈ 50 കിലോഗ്രാം ഭാരമുള്ള ഒരു മനുഷ്യന് 150 കിലോഗ്രാം വെയിറ്റ് ഉള്ള വോയിസ് ഇട്ടാണ് കൊടുക്കാറ്. അപ്പൊ അതിന്ന് വ്യത്യാസമായിട്ട് മാറി തുടങ്ങുന്നുണ്ട് ഇപ്പൊ പരിപാടികൾ. അല്ല, അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഒരു ഇത് സക്സസ് ആയെന്ന് പറയാനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ എല്ലാവരും പറയുന്ന കാര്യം അത് തന്നെയാണ്. അതായത് ഓവറായിട്ട് പരിപാടി വന്നിട്ടില്ല. ഇപ്പൊ നമ്മള് ബാഹുബലിയോ ഒരു പുഷ്പയോ അല്ലെങ്കിൽ ഒരു KGF അല്ല ഈ സിനിമ. ഇത് പക്ക ഒരു കാടിന്റെ രക്ഷകൻ അല്ലെങ്കിൽ കാട്ടിലെ വസിക്കുന്ന ജനതയുടെ ഒരു രക്ഷകൻ അല്ലെങ്കിൽ ഈശ്വരന്റെ പൂന്തോട്ടത്തിലേക്ക് അതിക്രമിച്ച് കടന്നു ചെല്ലുന്നവരെ നേരിടാനായിട്ടുള്ള ധൈര്യമുള്ള ഒരു ബർമ എന്ന കഥാപാത്രമാണ്. ആ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ചങ്കൂറ്റമാണ് അയാൾക്കുള്ളത്. അയാൾക്ക് ഒരു പോയിന്റിലേക്കാണ് അയാളുടെ ജന്മം എന്താണ്, അതിന്റെ ലക്ഷ്യം എന്താണ്, അതുപോലെ ആ ലക്ഷ്യത്തിലെ അയാൾ എങ്ങനെയാണ് ഗുളികനൊക്കെ ആയിട്ട് മാറുന്നത് അല്ലെങ്കിൽ ദൈവക്കോലം കിട്ടുന്നത് എങ്ങനെയാണ്, അതൊക്കെ നമ്മൾ കാണുന്നുണ്ട് സിനിമയിൽ. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് അയാൾ പക്ക നാച്ചുറൽ ആയിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. തമാശയാണെങ്കിലും കൂട്ടത്തിൽ കൂടുമ്പോഴൊക്കെ ആണെങ്കിലും എടാ എന്ത് വേടാ അങ്ങനത്തെ ആ ഒരു പരിപാടിയൊക്കെ തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷേ കുറച്ച് ചില സ്ഥലത്തൊക്കെ ഇത്തിരി നമ്മൾ ബേസ് പിടിച്ചിട്ടുണ്ട്. കാരണം അത് മാസ് ഡയലോഗ് വരുമ്പോൾ അത് പക്ഷെ മാസമായിട്ടും അല്ല. അതായത് ഇപ്പം ബാഹുബലി സിനിമയിൽ പറയില്ലേ ദേവസേനേ, അങ്ങനെ നീസൽ പരിപാടി ഒന്നുമില്ല നമുക്ക്. നമ്മൾ ക്ലീൻ ആയിട്ട് ഞാൻ വരാൻ അല്പം വൈകിയോ, അതായത് ഫസ്റ്റ് ഡയലോഗ് തന്നെ എത്താൻ അല്പം വൈകിയോ തോന്നുന്നു അല്ലേ, ഇത്രയുള്ള പരിപാടി. വളരെ സിമ്പിൾ പരിപാടിയാണ്. അതുപോലെ വേറൊരു ഡയലോഗ് ഉണ്ട് അതിൽ തന്നെ, ഞങ്ങളെ കാണാൻ നിങ്ങൾ വന്നില്ലേ,
അപ്പൊ നിങ്ങളെ കാണാൻ ഞങ്ങൾക്ക് വന്നൂടെ. ഇങ്ങനെ ഭയങ്കര മാസമല്ലാതെ ശരിക്കും വളരെ ചെറിയ ഡയലോഗാണ്. പിന്നെ കുറച്ചൊരു ഹൈ പിച്ച് വരുമ്പോഴാണ് നമ്മൾ പിന്നെയും ഒന്ന് മാറ്റി പിടിക്കുന്നത്. അതായത് ഇനി മുതൽ വിളവെടുപ്പിന്റെ 3ാമത്തെ പങ്ക് അതിർത്തിയിൽ വെക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ കുറച്ച് മൈക്കിന്റെ അകന്ന് നിന്നിട്ട് ഇതൊക്കെ ഒരു 16ഓളം ടേക്ക് പോയതാ. കാരണം ഒന്ന് ജാർ ചെയ്യും, എന്റെ ത്രോ കൂടുതലാ ഭയങ്കര, അപ്പൊ ജാറില് അല്ലെങ്കിൽ മീറ്റർ എത്തില്ല, അല്ലെങ്കിൽ മീറ്റർ കുറഞ്ഞു പോകും. അവസാനം ഞാൻ പറഞ്ഞു ഒരു 5 മിനിറ്റ് റെസ്റ്റ് കഴിഞ്ഞിട്ട് ചെയ്യാം, സ്ക്രാച്ച് ഒരു സാധനം. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ ഡയലോഗുകൾ മാത്രമാണ് ഡബ് ചെയ്തിട്ടുള്ളത്. ബാക്കി അലർച്ചയും പരിപാടിയൊക്കെ ലാസ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഫൈറ്റ് സീനിലേക്ക് അലർച്ചയൊക്കെ ഈ ദൈവക്കോലത്തിൽ വരുന്ന ഡയലോഗുകളും അല്ലെങ്കിൽ ഇപ്പോൾ ചാമുണ്ടിയൊക്കെ ആയിട്ടും അല്ലെങ്കിൽ ബാക്കി പരിപാടികളെല്ലാം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വോയിസ് തന്നെയാണ്. ആ അലർച്ചയൊന്നും നമുക്ക് കിട്ടില്ല. ആ മ്യൂസിക് ചെയ്തിരിക്കുന്നതിന്റെ പിന്നിലൊരു എഫേർട്ട് ഉണ്ട്. അതായത് മനുഷ്യന്റെയും പിന്നെ മൃഗങ്ങളുടെയും ഭയം, ദേഷ്യം എല്ലാം വന്നു അതിൽ. അപ്പൊ കുറച്ച് പാട് വിട്ടിട്ടാണ് ഈ പരിപാടിയിലേക്ക് പുള്ളി അത് എത്തിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഋഷഭ് സാർ പറഞ്ഞിട്ടുണ്ട്, ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് ഒരിക്കലും കിട്ടില്ല. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഒറിജിനൽ വോയിസ് തന്നെയാണ്. അത് അങ്ങനെ വെച്ചാൽ ഭംഗിയുള്ളൂ. മലയാളം വെച്ചാൽ ട്രോൾ ആയിരിക്കുള്ളൂ. അത് കറക്റ്റ് തീരുമാനമാണ്. അതൊക്കെ മലയാളം വേണമെന്ന് ജഡ്ജ്മെന്റ് കൃത്യമാണ്. അതുപോലെ ആ തുളു പറയുന്നതൊക്കെ ദൈവക്കോലത്തിൽ വരുന്നത് അത് മലയാളമൊക്കെ പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും. നമുക്ക് സബ് ടൈറ്റിൽ മതി, കാരണം നമുക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. അത് കഴിഞ്ഞ് ഡയലോഗ് ബെർമയാകുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ അതിന്റെ ഡയലോഗിനെക്കാട്ടി കൂടുതൽ ആ ഒരു മൂഡിന്റെ സാധനം ആയിരിക്കുമല്ലോ പിടിക്കുക. ആളുകൾക്ക് ആ ഒരു മൂഡിലേക്ക് എത്താനുള്ളൊരു, അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവാത്ത ഭാഷയാണെങ്കിൽ കൂടുതലൂടെ കണക്ട് ആവും തോന്നുന്നു. പിന്നെ ഈ കാന്താരയുടെ 2ാം ഭാഗം വരുന്നു എന്നുള്ളൊരു അനൗൺസ്മെന്റ് വന്നപ്പം മുതൽ ഇതിന്റെ എങ്ങനെയായിരിക്കും, ഇതിന് നമ്മൾ മലയാളത്തിൽ വരികയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ള ഭയങ്കര ആകാംക്ഷ ഉണ്ടായിരുന്നു ആളുകൾക്ക്. കാരണം ഫസ്റ്റ് പാട്ടിന് അത്ര ശ്രദ്ധ ഉണ്ടായിരുന്നു തോന്നില്ല. 2ാം പാട്ട് ഒരു പാൻ ഇന്ത്യൻ മൂവി എന്നുള്ള ലെവലിൽ തന്നെയാണ് അവർ പ്രസന്റ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ അതിന്റെ ഒരു സെലക്ഷൻ പ്രോസസ് എന്തായിരുന്നു, അതിലേക്ക് എങ്ങനെയാണ് സുരാജ് എത്തുന്നത്? ഇത് ആക്ച്വലി എന്താ അറിയോ, ഈ നന്മ സ്റ്റുഡിയോ കുസാറ്റിലെ അവിടെ ഞാൻ ഇടയ്ക്ക് ഡബ് ചെയ്യാനൊക്കെ പോകാറുണ്ട്. അവിടുത്തെ പിന്നെ ലവ്ലി ചേച്ചി, പിന്നെ ജി ചേട്ടനൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര കമ്പനി. കുറെ സിനിമകളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. സിനിമകൾ, വെബ് സീരീസുകൾ, ചൈന സീരീസുകൾ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, ഡബ് ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ ചെന്നപ്പോഴാണ് ഇതിന്റെ അശ്വിനായിട്ട് എനിക്ക് നേരത്തെ ഞങ്ങളൊരു അസോസിയേഷൻ ഉണ്ട് ഇവിടുത്തെ, മിഡാക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഡബിങ് അസോസിയേഷൻ ഉണ്ട്. സീരിയലിന്റെ ഡബിങ് അസോസിയേഷൻ ആണ് കൊച്ചിയിൽ കേട്ടോ. അതിൽ ഞങ്ങൾ മെമ്പേഴ്സാണ്. അശ്വിനൊക്കെ എനിക്ക് നേരത്തെ അറിയാം. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഇതുപോലെ ഞാൻ ചെന്നപ്പോൾ ഈ സ്റ്റുഡിയോയിൽ ഇരിപ്പുണ്ട്. ഇവർ വേറെ ഏതോ സിനിമ ഡബ് ചെയ്തോണ്ടിരിക്കുകയായിരിക്കും. ഞാനിങ്ങനെ നമ്മളെയൊക്കെ വിളിക്കി, ഒരു പരിപാടിയിൽ ഇതുവരെയായിട്ടും നമ്മളെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലല്ലോ, മോശം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് കോമഡിയൊക്കെ അടിച്ച് പോയി. അങ്ങനെയാണ് ഞാൻ വിളിക്കാല്ലേ, ഒരു പരിപാടി വരുന്നുണ്ട് നമുക്ക് വിളിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ റെഡ് എഫ് എമ്മിൽ ഞാൻ നിൽക്കുന്ന സമയത്താണ് അല്ലയോ ഈ പോണ വഴിക്ക് ഇതിലൊന്ന് കേട്ടിട്ട് പോകണേ, ഒരു വോയിസ് ടെസ്റ്റ് ഉണ്ട്. ഓ വൈ നോട്ട്. നമ്മൾ ഷോയൊക്കെ കഴിഞ്ഞ് നേരെ ആ വഴി വെച്ച് പിടിച്ച് ചെന്നപ്പോൾ എന്താ ബ്ലാങ്ക് സ്ക്രീൻ, ഇതുപോലെ ഒരു ടി വിയിൽ ഒന്നുമില്ല. അപ്പൊ പറഞ്ഞു, അപ്പൊ ഞങ്ങൾ സീനില്ലേ, സീൻ വേണ്ട, അല്ലെങ്കിൽ വോയിസ് മാത്രം മതി, ഞങ്ങളൊരു വോയിസ് പ്ലേ ചെയ്യാം, അത് കേട്ടിട്ട് അതിന്റെ മലയാളം പ്ലേ ചെയ്യാം, ആ മലയാളം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് കൊടുത്ത ഡയലോഗുകളായിരുന്നു ഈ പറഞ്ഞ ട്രെയിലറിലും മറ്റു സാധനത്തിലൊക്കെ വന്നിരിക്കുന്നത്. എത്താൻ അല്പം വൈകി എന്ന് തോന്നുന്നു അല്ലേ എന്ന് പറയുന്ന ഒരു സാധനം. അതുപോലെ ഇനി മുതൽ വിളവെടുപ്പിന്റെ 3ാമത്തെ പങ്ക് അതിർത്തിയിൽ വെക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയി. എനിക്കിത് ഏതാ പടം എന്നോ ഏതാണ് അദ്ദേഹം കന്നഡ സംസാരിച്ച ആരാന്ന് പോലും മനസ്സിലായില്ല. ഫ്രാങ്ക്ലി സ്പീക്കിംഗ് എനിക്കറിയില്ല, കാരണം നമുക്ക് അത്ര ഫെമിലിയർ അല്ലല്ലോ. ഞാനത് പോയി പിന്നെ നമ്മുടെ പരിപാടിയൊക്കെ ഇട്ട് നമ്മൾ പോകുന്നു. നമ്മുടെ റെഡ് എഫ് എമ്മിലെ ഷോ ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവന്റെ ഒരു കോൾ വരികയാണ് വൈകുന്നേരം. അന്ന് വന്ന വോയിസ് ടെസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു ഓക്കെ ഫൈൻ താങ്ക് യു. അപ്പൊ ചെറിയ ക്യാരക്ടറൊക്കെ ആയിരിക്കുമല്ലോ. ഏതാണ് ഈ സിനിമ? എടാ ഒരു കൊച്ചു സിനിമയാണ്, ഒരു കൊച്ചു ചെറിയ പരിപാടിയാണ്, പേര് കാന്താര എന്നാണ്. നീ ചെയ്യാൻ പോകുന്ന കഥാപാത്രം ഋഷഭ് ഷെട്ടി സാറിന് വേണ്ടിയിട്ടാണ്. നീ ഒന്നും കൂടി പണ അപ്പോഴാണ് പറഞ്ഞത് ഋഷഭ് ഷെട്ടി വേണ്ടിയിട്ടാണ് ഡബ് ചെയ്യാൻ പോകുന്നത്. ഓ മൈ ഗോഡ്, ആ സമയത്തുണ്ടായിരുന്ന ഒരു ഗൂസ് ബംസ് ഉണ്ട് ഇപ്പോൾ ലൈഫിൽ. ഞാനിങ്ങനെ പെട്ടെന്ന് തൊട്ട റെഡ് ആവുന്നൊരു ക്യാരക്ടറല്ല. അപ്പൊ ഇത് മൊത്തം ഇങ്ങനെ റെഡായി. ഞാനിങ്ങനെ വിളിച്ചു കൂവാനൊക്കെ തോന്നി എനിക്ക്, ഞാനാണ് ഋഷഭ് ഷെട്ടി സാറിന്റെ ഡബ് ചെയ്യാൻ പോണേ എന്നൊക്കെ പറഞ്ഞിട്ട്. സമ്മതിക്കില്ലെന്ന് മാത്രമല്ല, ഏറ്റവും ആദ്യത്തെ റീല് നമ്മൾ ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കണം എന്ന് അവർ പറഞ്ഞിരുന്നു. ആദ്യത്തെ റീല് കണ്ടതിന് ശേഷം മാത്രം കൺഫേം ആക്കിയാൽ മതി എന്ന് പറഞ്ഞു. അല്ല, കാരണം വെച്ചാൽ ഈ തമിഴില് മണികണ്ഠനാണ് ചെയ്തത്. അപ്പൊ അവരൊക്കെ ഹാൻഡ് പിക്ക് ചെയ്യായിരുന്നു ഋഷഭ് എന്നിങ്ങനെ പലയിടത്തും ഇന്റർവ്യൂലൊക്കെ പറയുന്നത്. കാരണം എനിക്ക് എന്റെ ശബ്ദം കൊടുക്കുന്ന ആരാണെന്നുള്ളത് കൃത്യമായിട്ട് പുള്ളി സെലക്ട് ചെയ്യണം എന്നുള്ളൊരു മാനദണ്ഡം ഉണ്ടായിരുന്നു തോന്നുന്നു. ആണ്, അല്ല നമ്മുടെ മലയാളത്തിലും അങ്ങനെ. മലയാളത്തിൽ എന്താണെന്ന് വെച്ചാൽ എന്നെ അല്ല കുറെ വോയിസ് അയച്ചു കൊടുത്തു. നമ്മൾ ഇവിടുന്ന് കൊച്ചി സ്റ്റുഡിയോന്ന് ഒരുപാട് വോയിസുകൾ അയച്ചു കൊടുത്തതിൽ നിന്നും ഋഷഭ് സാർ തന്നെ സെലക്ട് ചെയ്ത് ചേർത്തോന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ മതി എന്നുള്ള രീതിയിലേക്ക് പുള്ളി എത്തുകയായിരുന്നു. അതെന്താ വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ കുറച്ച് എവിടേക്കോ പുള്ളിയുടെ ഒരു ബേസോ ഒരു ട്യൂണോ എവിടെയോ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെന്റെ ഭാഗ്യം. പിന്നെ ഇത് ഭയങ്കര വേരിയേഷൻസ് ഉള്ള ഒരു ക്യാരക്ടർ ആണല്ലോ. അത് ഒരു മനുഷ്യന് ശബ്ദം കൊടുക്കാൻ തന്നെ ഭയങ്കര പ്രയാസമാണ്. അപ്പൊ ഇത് പല ഘട്ടങ്ങളിൽ ഇതിനൊരു സൂപ്പർ ഹ്യൂമൻ സ്വഭാവം വരുന്ന, അല്ലെങ്കിൽ ഒരു അതിനായകൻ അല്ലെങ്കിൽ സൂപ്പർ മാൻ എന്നുള്ള രീതിയിലേക്കൊക്കെ പോകുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഇതിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട്
തോന്നിയൊരു ഇതെന്തായിരുന്നു ഡബ് ചെയ്തതില്? ഡബ് ചെയ്തതില് പുള്ളി ഒറ്റ സ്ട്രെച്ചിൽ പറയുന്ന ഡയലോഗുകളുണ്ട്. അതായത് ഇപ്പോ ഒരു ഗ്യാപ്പ് എടുക്കാതെ, ഒരു ബ്രീത്ത് എടുക്കാതെ പറയുന്ന ഡയലോഗുണ്ട്. അതെനിക്ക് കുറെ വട്ടം പോകേണ്ടി വന്നിട്ടുണ്ട്. കാരണം അത് മലയാളം നമ്മൾ പഠിക്കണം ആദ്യം. അതിന്റെ ഇങ്ങനെയായിരുന്നു കേട്ടോ. അതായത് ഞങ്ങളുടെ ആളുകളെ തുറുങ്കിലടിച്ച് അവരുടെ രക്തം കൊണ്ട് സാമ്രാജ്യം കെട്ടിപ്പടുത്ത് ഞങ്ങളുടെ സമ്പത്ത് കൊണ്ട് ഖജനാവ് നിറച്ചിട്ട് ഇപ്പൊ സമാധാനം പറയാൻ വന്നിരിക്കുന്നോ? ഒറ്റ കണ്ട അത് കറക്റ്റ്. എന്താ ഇത് ഇപ്പൊ ബൈഹാർട്ട് ചെയ്ത് നമുക്ക് എല്ലാവർക്കും പറ്റും. പക്ഷെ ആ മീറ്ററിൽ പിടിക്കണം, ലിപ്പിൽ പിടിക്കണം. ലിപ്പ് കുറയരുത്. ലിപ്പ് തുടങ്ങുന്നിടത്ത് നമ്മൾ കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. എവിടെയാണ് എൻഡ് ചെയ്യണം അവിടെ ക്ലോസ്ഡ് ആവണം. ഇടയിൽ വരുന്ന അടിക്കരുത്. ഇതൊക്കെ കുറെ തവണ പോയി. ഋതം കൊടുക്കണമല്ലോ. കന്നഡ എന്ന് പറയുന്ന ഭാഷയ്ക്ക് അതിന്റേതായിട്ടുള്ള ഒരു താളം കാണും. പുള്ളി വേറെ മൂഡാണ്, വേറെ ട്യൂണാണ്. പെർഫോമൻസിലും അതിപ്പം റിഫ്ലക്ട് ചെയ്യും. കാരണം അവര് പെർഫോം ചെയ്യുന്നത് അവരുടെ ഭാഷയിൽ വളരെ കൃത്യമായിട്ടുള്ള ആ ഋതത്തിലായിരിക്കും പോവുക. അപ്പൊ ആ ഋതം ബ്രേക്ക് ചെയ്യാതെ വേണമായിരിക്കും ഒരു വേവ് പരിപാടി പോകണം. ഇപ്പൊ ഇതിൽ തന്നെ ഉണ്ടല്ലോ, ഇപ്പൊ ഞങ്ങളുടെ ആളുകളെ തുറങ്കിലടിച്ച്, അപ്പൊ അതൊക്കെ മറ്റേ ഈ ഞങ്ങളുടെ ആളുകളെ അത് പറ്റില്ല. വളരെ സ്വാഭാവികമായിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് കേട്ട ഐ മീൻ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോ കുറച്ച് നീട്ടല് കൂട്ടിയത് അത്രയും പോലും ഇല്ല അതില്. എന്നിട്ട് ലാസ്റ്റ് അതില് സമാധാനം പറയാൻ വന്നിരിക്കുന്നു. അതിലൊരു സാധനമുണ്ട്, ദേഷ്യമുണ്ട് സമാധാനം പറയാൻ വന്നിരിക്കുന്നത്. കാരണം ഞങ്ങളുടെ ജനതയെ വെച്ച് നിങ്ങൾ യൂസ് ചെയ്തിട്ട് സമാധാനം പറയാൻ വന്നിരിക്കുകയാണോ എന്നാ പറയുന്നത്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഡബ് ചെയ്യാൻ. നമ്മുടെ മൈൻഡിൽ ഇതിന്റെ ഈ മീറ്റർ പിടിക്കാതെ തന്നെ, ഈ കന്നഡയ്ക്ക് വേണ്ടി പിടിക്കാതെ തന്നെ നമ്മൾ നോർമലായിട്ട് പറയുന്ന ഒരു സാധനം കിടപ്പുണ്ടായിരിക്കും. അതും അന്നേരം കയറി വരാൻ സാധ്യത ഉണ്ടല്ലോ. പിന്നെ അത് കേൾക്കുമ്പോൾ നമ്മൾ ആ ട്യൂണിലേക്ക് പോകും. അപ്പൊ അവിടെ നിന്ന് അശ്വിനും നിർമ്മലും പറയും, അല്ലെ അത് വേണ്ട, അത് വേണ്ട, അത് കന്നഡ, നമുക്ക് മലയാളം ബാബാ ഇങ്ങോട്ട് വരാൻ പറയും. കം ബാക്ക് ജാക്ക് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഡബ് ചെയ്ത് കഴിഞ്ഞ് കേട്ടപ്പോൾ കുഴപ്പമില്ലാതെ തോന്നി. തിയേറ്ററിൽ കേട്ടപ്പോൾ അത്യാവശ്യം വർക്കായിട്ടുണ്ടെന്ന് മനസ്സിലായി. ഫസ്റ്റ് ഡബ് ചെയ്യാൻ വേണ്ടി പോകുമ്പോ ഈ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ലേ? കാരണം വെച്ചാൽ ഇതൊരു പാൻഡ്യം പടമാണ്. അപ്പൊ മലയാളത്തില് ഇതിന്റെ കളക്ഷൻ ഒക്കെ, മലയാളം വേറൊരു വലിയ മാർക്കറ്റാണ്. അപ്പൊ അതിലൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. കാരണം എന്റെ ശബ്ദത്തിലാണ് ഞാൻ ഇത് നിൽക്കുക എന്നുള്ളൊരു തോന്നലുണ്ടാവില്ല. കാരണം യശ് ഇപ്പം KGF കാര്യം എടുത്തു, യഷിന്റെ ശരിക്കുള്ള ശബ്ദത്തെക്കാട്ടുള്ള ആളുകൾക്ക് ഇഷ്ടം മലയാളത്തിലുള്ള സാധനം. അതുകൊണ്ട് പിന്നെ അല്ലു അർജുന്റെ കാര്യം ഇത് കാന്താര എന്ന് പറയുന്ന സാധനം ഇനി അങ്ങോട്ടുള്ള ഇതില് അതിനൊരു റണ്ണ് കിട്ടണമെങ്കിൽ ആ ശബ്ദം കൃത്യമായിട്ട് നിൽക്കണം. അതൊരു ടെൻഷൻ ആയിരുന്നില്ലേ? നല്ല ടെൻഷനായിരുന്നു. കാരണം ഇവരൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു നായക കഥാപാത്രത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പവർ ഉണ്ട് ബ്രോ. ലൈക്ക് ആ ഒരു ഫീൽ ഉണ്ട് സാധനം. ഇപ്പൊ എവിടെ നമ്മുടെ അല്ലു അർജുന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ജിസ് ജോയ്. അതുപോലെ അരുൺ CM ആണ് പ്രഭാസിന് ആ 2 സിനിമയിൽ, ഇപ്പോ ബാഹുബലി തുടങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് 2-3 സിനിമകൾ. അത് കൂടാതെ പിന്നെ KGF-ലും കൊടുത്തിരിക്കുന്നത് നമ്മുടെ പറവൂർക്കാരൻ തന്നെയാണ് പുള്ളി. അപ്പോ ഇദ്ദേഹം കൊടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ആ ഒരു ലെവലിലേക്കാണ് പോകുന്നതെന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്, ടെൻഷനാവും. ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ താളം തെറ്റും നമ്മുടെ. ഞാൻ അതൊന്നും ചിന്തിക്കാൻ നിന്നില്ല. എന്താണോ ഇവര് പറയുന്നത് ഓരോ ഡയലോഗാണല്ലോ എടുക്കണേ. ഒരു സീൻ അടുത്ത സീനിലെ ഡയലോഗ്. കൂടുതൽ നമ്മൾ കഥ ചോദിക്കുകയോ ഇതിന്റെ എന്തെങ്ങനെയാണ് പോകുന്നൊന്നുമില്ല. ഈ സീനിൽ എന്താണോ ബെർമ എന്ന് പറഞ്ഞ കഥാപാത്രം ഇങ്ങനെ ഡയലോഗ് പറയുന്നത്, അല്ലെങ്കിൽ അത് ഏത് മൂഡാണ്, ആ മൂഡിൽ ഇത്തിരി സങ്കടമുണ്ടോ ദേഷ്യമുണ്ടോ എന്താണെന്നൊന്ന് പറഞ്ഞു തന്നാൽ മതി. അവർ കറക്റ്റ് ആയിട്ട് ഫ്രെയിം ചെയ്ത് പറഞ്ഞു തന്നു. നമ്മൾ ആ ഒരു രീതിയിലാണ് കണ്ടിന്യൂറ്റി പിടിക്കാൻ ഒരു പ്രയാസം തോന്നുന്നില്ല. അപ്പം അത് ചിലപ്പോൾ രാവിലെ ഡബ് ചെയ്യുമ്പോൾ ഇത്തിരി ബേസ് കൂടും. വൈകുന്നേരം ഇപ്പൊ FM ജോലിയും കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി ഡബ് ചെയ്യുന്നത് ചില സമയത്ത്. അപ്പോൾ ഒരു 7:30 തുടങ്ങിയിട്ട് വെളുപ്പിന് 1:45 വരെയൊക്കെ പോയിട്ടുണ്ട്. അത് വീണ്ടും രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചലഞ്ചിങ് ആയിരുന്നു കേട്ടോ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം റിലാക്സ് ചെയ്ത് ഡബ് ചെയ്യാനേ വെച്ചിട്ടില്ല. കാരണം മാത്രമല്ല ഇമോഷണലി നമുക്ക് ആ ക്യാരക്ടറിന് കൊടുക്കാനുള്ള ഒരു കണ്ടിന്യൂറ്റി എന്നുള്ള സാധനം കാണാം. അതെ, നമുക്ക് റെസ്റ്റ് ഇല്ലല്ലോ ബ്രോ. ഇത് കഴിഞ്ഞാൽ ജോലിക്ക് പോകണം. ജോലിക്ക് പോയിട്ട് പിന്നെ ഡബ് ചെയ്യണം. അല്ലാതെ ഇത് ഡബ് കഴിഞ്ഞ് വീട്ടിൽ പോയി വെറുതിരിക്കല്ല. 2 മണിക്കൂർ ട്രാവൽ ഉണ്ട് എന്റെ വീട്ടിലേക്ക്, പറവൂർ, നോർത്ത് പറവൂർ, ഇപ്പൊ കൈതാരം എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നത്. അപ്പം ഇതൊന്ന് എൻജോയ് ചെയ്യാൻ ആ പ്രോസസ്സ് എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ എൻജോയ് ചെയ്യുന്നു. ഈ ഇന്റർവ്യൂസ് എല്ലാം ഇതിലത് പറയുമ്പോ കൊള്ളാം, രസമുണ്ട് പരിപാടി. അതെ, നമ്മൾ എത്ര പണി എടുത്തു കഴിഞ്ഞാലും, എത്ര കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും, എത്ര കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാലും ഒരു ദിവസം അതിന്റെ റിസൾട്ട് വരുമ്പോ ഞാനതിൽ വിശ്വസിക്കുക. ഞാൻ എത്ര വർഷമായെന്നറിയോ, പല പരിപാടികളും, ഡബിങ്, ആക്ടിങ്, ആങ്കറിങ്, എത്ര സ്റ്റേജുകളെ നമ്മൾ MC ചെയ്തിട്ടുണ്ട്. പക്ഷെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്ക് വരണമെങ്കിൽ ഇതുപോലെ ഒരെണ്ണം വരണം. അതൊരു റിയാലിറ്റി ഷോ ഹോസ്റ്റ് ചെയ്യണം. പക്ഷെ അതിലേക്കൊക്കെ എത്താൻ നേരത്ത് നമുക്ക് കുറച്ച് ബ്ലോക്കുകളും, ഞാൻ വിശ്വസിക്കുന്നത് അവസരമാണ് ഒരു മനുഷ്യനെ വലുതാക്കുന്നത്. ഇതിന് മുമ്പും ഡബ് ചെയ്തിട്ടുണ്ടല്ലേ പടങ്ങൾക്ക് ഇഷ്ടം പോലെ. പ്രിൻസ് എന്ന് പറയുന്ന സിനിമയിൽ ശിവകാർത്തികേയന്, യശോദയിൽ ഉണ്ണി മുകുന്ദനി, ബാറ്റ്സ് ഓഫ് ബോളിവുഡ് ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ അതിൽ അമീർ ഖാൻ, പിന്നെ ഡെവിൾസ് ഡബിൾ നെക്സ്റ്റ് ലെവലിൽ സന്താനത്തിന്റെ വോയിസ് തന്നെയാണ്. അത് നല്ല ചലഞ്ചിങ് ആണ്. സന്താനം, വടിവേല് തുടങ്ങിയ താരങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒറ്റ സ്ട്രെച്ചിൽ തീവണ്ടി പോലെ അങ്ങോട്ട് പോകും. അത് കോമഡി ആയിരിക്കും. അത് നമ്മൾ കോമഡി, അത് കറക്റ്റ് തമിഴോ തെലുങ്കോ എടുത്തിട്ട് കോമഡി ആക്കുമ്പോ എന്ത് പറ്റും,
അപ്പൊ അങ്ങനെ ആ പെർഫോമൻസുകൾ അങ്ങനെയുണ്ട്. പിന്നെ ഹനുമാൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു കോമഡി ക്യാരക്ടറാണ് ചെയ്തത്. ഒരു കടയിൽ നിൽക്കുന്ന ഒരു പുള്ളിക്കാരനാണ്. അപ്പോൾ നായിക തെറ്റിദ്ധരിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ്. ഭയങ്കര കോമഡിയാണ്. അപ്പൊ ഞാനത് സുരാജേട്ടന്റെ കുറച്ച് മാനേഴ്സ് കിട്ടുന്നുണ്ടായിരുന്നു. എന്താ അങ്ങനെ ഇങ്ങനെ കുറെ സാധനങ്ങളെ പിടിച്ചിട്ടുണ്ട് കോമഡി ചെയ്യുമ്പോൾ. ഒരു മിമിക്രി ആർട്ടിസ്റ്റോട് മിമിക്രിയും ചെയ്യും, ചെറിയ രീതിയിൽ കുഞ്ഞു പൊടി ചെറിയ ഐറ്റങ്ങൾ കയ്യിലുണ്ട്. ഇല്ല, ചെറുതേ ഉള്ളൂ കേട്ടോ, ഒരുപാടൊന്നും ഇല്ല. അത് പണ്ടെപ്പോഴേക്കോ ഈ സ്റ്റേജിൽ കയറിയിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി. അപ്പൊ ഈ ഡബ് ചെയ്യുന്നതിനിടെ ഇപ്പൊ സുരാജിന്റെ കാര്യം പറഞ്ഞാൽ ഇപ്പൊ ഋഷഭിന് ചെയ്യുമ്പോ അങ്ങനെ ഋഷഭിന്റെ ഒറിജിനൽ വോയിസിനോട് എന്തെങ്കിലും മിമിക് ചെയ്യാനുള്ള ശ്രമം ഇല്ല, ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത് അതുപോലെ മതി എന്നുള്ളതാണ് മോളിൽ നിന്നുള്ള റെസ്ട്രിക്ഷൻ. കൃത്യമായിട്ട് അവര് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അധികം ബേസ് പിടിക്കരുത്. ഞാൻ പറഞ്ഞില്ല, കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അത് ഇതൊക്കെയാണ്: ബേസ് അധികം പിടിക്കരുത്, മൈക്കിനോട് ചേർന്ന് നിൽക്കരുത്. ഇതൊക്കെ ഡബിംഗ് ഡയറക്ടേഴ്സിനോട് അവർക്ക് കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു. അപ്പൊ അവരത് നമ്മൾക്ക് റെസ്ട്രിക്ഷൻ ആയിട്ട് തരും. അപ്പൊ നമ്മളത് പാലിച്ച് മുന്നോട്ട് പോകും. ഇത്രേ സംഭവിച്ചത്. അതില് കൃത്യമായിട്ട് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള അത് ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് ഭയങ്കര ക്ഷമ. നിർമ്മലയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ടെൻഷൻ തരില്ല. ചേട്ടാ നമുക്ക് കുറച്ചും കൂടി എടുക്കാൻ ചേട്ടാ കുറച്ചും കൂടി ഫീൽ വരട്ടെ ചേട്ടാ കുറച്ചും കൂടി താഴ്ത്തി പറയാം ചേട്ടാ, പൊക്കണ്ട ലോക്കലാക്കി ചേട്ടാ, കുറച്ചും കൂടി നമ്മൾ കാട്ടിൽ ജീവിക്കുന്ന ആളല്ലേ ചേട്ടാ, കുറച്ചും കൂടി ലോക്കലാക്കുക. അത് മാസം അത്രയും വേണ്ട ചേട്ടാ, നിങ്ങൾ അത്ര ഇതാക്കല്ലേ, ഇത് പിന്നെ പ്രാസം കൊടുക്കല്ലേ, ഒഴുക്ക് അത്രയും വേണ്ട, സിമ്പിളാക്കി ഇങ്ങനെ പറഞ്ഞു ടേക്ക് പോയാലും പെർഫെക്ഷനിലോട്ട് എത്തുക എന്നുള്ളതാണ് അവരുടെ. അതിലൊരു 3 ടേക്കെങ്കിലും നല്ലതായ അവർ എടുത്തു വെക്കും. അതിലൊരെണ്ണം ചിലപ്പോൾ വെക്കും. അപ്പൊ ചിലപ്പോൾ ഞാൻ ലാസ്റ്റ് പറയും ഒരെണ്ണോട് തരാം ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ പറയും. അതെടുക്കൊന്നുമില്ല. മറ്റേ അവർക്ക് ഒക്കെ ടേക്ക് അവർ വെക്കുള്ളൂ. അവരല്ലേ ഡബിംഗ് ഡയറക്ടേഴ്സ്. പക്ഷെ വെച്ചതിലൊക്കെ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പം നെറ്റ്ഫ്ലിക്സ് ഒരു സീരീസ് ആയി, ആമസോൺ ആയി, ബിഗ് ബഡ്ജറ്റ് പടമായി. അതെ, ചാനൽ പരിപാടി, യൂട്യൂബ് സിനിമകൾക്ക് വിജയിക്കാൻ ശബ്ദം കൊടുത്തിട്ട് ശബ്ദമാണ് അന്നമെങ്കിലും സിനിമയിൽ മുഖം കാണിക്കുക എന്നുള്ളത് ഭയങ്കര ലക്ഷ്യം. അറിയില്ല, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതൊക്കെ തന്നെ ബാഹുബലിക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ നമുക്ക് ആഗ്രഹിക്കാലോ, മനുഷ്യല്ലേ. ഞാൻ അന്നൊക്കെ മറ്റേ കൊതിയോടെ ഞാനൊക്കെ എന്തെങ്കിലും ഇതുപോലെ ഒരു നായകനെ ഡബ് ചെയ്യും, നോക്കിക്കോ. ഞാൻ എന്നോട് തന്നെ പറയും. ഞാൻ ആരുടെ പറഞ്ഞിട്ടൊന്നുമില്ല, ഇതൊക്കെ നടക്കാൻ പോകുള്ളെന്നറിയാം. അതുപോലെ KGF ഇറങ്ങിയപ്പോൾ ഓരോ സിനിമ ബ്രഹ്മാണ്ഡ സിനിമകൾ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ ആമസോണിന്റെ സീരീസുകളിൽ തന്നെ ചില കഥാപാത്രങ്ങളെ കുറിച്ച് നല്ലത് പറയുമ്പോൾ ഞാൻ ആലോചിക്കും, നമുക്കൊക്കെ എന്താണോ നമ്മളെ കുറിച്ച് ഇങ്ങനെ റൈറ്റപ്പ് ഒക്കെ വരുന്നത്. പക്ഷെ എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ ആഗ്രഹങ്ങൾ കുഴിച്ചുകൂടാതിരുന്നാൽ മതി. നമ്മുടെ ഹൃദയത്തിന്റെ മനസ്സിന്റെ ഏതെങ്കിലും വടക്ക് കിഴക്ക് ഭാഗത്ത് ഒന്ന് കുഴിച്ചിട്ടോ ഒരു പോയിന്റിൽ ഒരു ദിവസം കൊണ്ട് തരും. അതിനെയാണ് ഞാൻ ഇപ്പോഴും പറയുന്ന അവസരം. എനിക്ക് അവസരം കിട്ടിയോണ്ടാണ്. കഴിവ് മാത്രം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല ബ്രോ. ഏത് പ്രൊഫഷനിൽ എത്ര കഴിവുണ്ടായിട്ടും കാര്യമില്ല. റൈറ്റ് ടൈമിൽ റൈറ്റ് സ്ഥലത്ത് ഉണ്ടാകുക എന്നുള്ളത് അതിന്റെ വലിയ ഒരു പോയിന്റിൽ ഒരു കോള് കിട്ടും. ആ കോള് നിങ്ങൾ എടുത്തില്ലെങ്കിൽ പിന്നെ വർഷങ്ങൾ എടുക്കും. അപ്പൊ എനിക്ക് ഇതിനു മുൻപ് റേഡിയോന്റെ അങ്ങനെ ഒരു കോള് നഷ്ടപ്പെട്ടത് അങ്ങനെ ഒരു കോളാണ്. ഞാൻ 2008 ഞങ്ങൾ ഒരുമിച്ച് പ്രൈവറ്റ് FM ലോഞ്ച് ചെയ്യുമ്പോൾ ഞാനും RJ മാത്തിക്കുട്ടി RJ മിഥുനൊക്കെ ഒരുമിച്ച് ഇന്റർവ്യൂവിന് പോയതാ. ഏറ്റവും ആദ്യം കിട്ടിയത് എനിക്കാ. ഏറ്റവും ആദ്യത്തെ കോൾ എനിക്കായിരുന്നു. പക്ഷെ ആ സമയത്ത് റിലയൻസിൽ അന്ന് MIS കോർഡിനേറ്റർ ആയിട്ട് 13,500 രൂപ ശമ്പളത്തിൽ കയറാൻ തീരുമാനിക്കുകയാണ്. കാരണം വീടിന്റെ അവസ്ഥ അത്രയും ദരിദ്രമായിരുന്നു. വളരെ പത്തറ്റിക് സിറ്റുവേഷൻ എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. അച്ഛനൊക്കെ ആണെങ്കിലും ജോലിയൊന്നും ഇല്ലാത്തൊരു അവസ്ഥയായിരുന്നു. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്താന്ന് പറയും 13,000, അന്നത്തെ 13,000, 2008 13,000 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു 50,000 മുകളിൽ തന്നെ ആ ലെവലില്ല. 10,000 രൂപ വീട്ടിൽ കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാനൊക്കെ മറ്റേ VIP ആണ്. ആ രീതിയിലാണ് ഞാൻ ചിന്തിക്കണത്. അപ്പോൾ ഞാനത് ഫാമിലിക്ക് വേണ്ടി ഒഴിവാക്കി വേണ്ടെന്ന് വെച്ചതാ. ഇവര് ട്രെയിൻ കയറാനായിട്ട് പോകുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മാത്തുക്കുട്ടി ലാസ്റ്റ് കോളർ തന്നെ വിളിച്ചു, അളിയവാ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം, കാരണം എനിക്കൊക്കെ ഒരേ ടേസ്റ്റാണ്, എനിക്കറിയാം, നമുക്ക് വാ. പക്ഷെ നമ്മൾ നിങ്ങൾ പൊക്കോ, ഞാനില്ല എന്ന് പറഞ്ഞു. പക്ഷെ റേഡിയോ കത്തിക്കേറി അവര് വലിയ താരങ്ങളായി. ഫേസ്ബുക്കിലൊക്കെ മൊത്തത്തില് ഫോട്ടോസ്, ആരാധകര്, ഇവർക്ക് മറ്റേ പെറ്റ് നെയിംസ് വരുന്നു, ഇവരുടെ സെൽഫീസ് ഒക്കെ വരുന്നു. ഫേസ്ബുക്ക് ആ സമയത്തൊക്കെ കയറി വരുന്നത് ഭയങ്കരമായിട്ട്. കാരണം പ്രൈവറ്റ് FM അറിയാലോ, നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ആകാശവാണിക്ക് അപ്പുറത്തേക്ക് ഈ ഫാസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നു, ഫാസ്റ്റ് കോമഡി സ്പാർക്ലേഴ്സ് വരുന്നു. അതൊക്കെ എല്ലാവരും ഏറ്റെടുക്കുകയാണ്. മിമിക്രി റേഡിയോയിലൂടെ ചെയ്യുമ്പോൾ എല്ലാവരും കാറിൽ കേൾക്കുന്നു. അപ്പൊ ഇത് പിന്നെ നമുക്കിങ്ങനെ ഒരു ഇളക്കുണ്ടാക്കിയാണ്. എനിക്ക് മിസ്സായല്ലേ, എനിക്ക് ബാക്ക് സ്പേസ് അടിക്കാൻ പറ്റില്ല, ലൈഫല്ലേ. ഞാനപ്പോൾ തീരുമാനിച്ചു എന്തെങ്കിലും, അതായത് നമ്മൾ ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിലും കൊച്ചി റെഡ് FM ഞാൻ ലൈവ് ചെയ്തിരിക്കും. അതിന് കുറെ കഷ്ടപ്പെട്ടു. കാരണം ഞാൻ പിന്നെ റിലയൻസ് കഴിഞ്ഞിട്ട് ടാറ്റ കഴിഞ്ഞിട്ട് ഇങ്ങനെ ജോലി ഇങ്ങനെ കുറെ നടന്ന് അവസാനം ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയി ഒരു കമ്പനിയുടെ അവിടെ നിന്നൊക്കെയാണ് ഈ മീഡിയ ആയിട്ട് ബന്ധം വരുന്നത്. പിന്നെ ആകാശവാണിയിൽ ഒരു സെലക്ഷൻ പോയപ്പോൾ കിട്ടി. ആകാശവാണിയിൽ നിന്ന് റെയിൻബോ FM സെലക്ഷൻ കിട്ടി. മീൻസ് ഒരു ഷോ കുറെ പരിപാടിയൊക്കെ ആയിട്ട് പോയി. അപ്പൊ അന്ന് ഈ പറഞ്ഞ മിമിക്രി പരിപാടിയൊക്കെ ആയിട്ട് കുറെ
ചെയ്യുമായിരുന്നു. ഒരു ടൈറ്റാനിക് സിനിമ കംപ്ലീറ്റ് മലയാളത്തിലേക്ക് ഞാൻ കോമഡി ആയിട്ട് എഴുതി ഞാൻ തന്നെ എല്ലാ കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിച്ച് ഭയങ്കര മറ്റേ ചെയ്യാൻ കിട്ടുന്ന അവസരമുള്ളൂ. നമുക്ക് ഇങ്ങനെ ഇടിച്ചു നിൽക്കണേ എന്തെങ്കിലും എനിക്ക് പറ്റൂടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇതൊക്കെ ഒറ്റക്ക് മിക്സ് ഒക്കെ ചെയ്ത് ഭയങ്കര പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ റെയിൻബോ എഫ്എമ്മിൽ വെച്ചിട്ട്. അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് റെഡ് എഫ് എം തൃശ്ശൂരിലേക്ക് ഒരു അവസരം വരുന്നത്. അപ്പൊ ഇതിനു മുൻപ് ഈ മാത്തുക്കുട്ടിയും ഇതിനൊക്കെ എന്റെ കാര്യമൊക്കെ അവിടെയൊക്കെ പറയുന്നുണ്ട്, എല്ലാവർക്കും അറിയാം, എഫ് എമ്മിൽ എല്ലാവർക്കും എന്നെ അറിയാം. പക്ഷെ എനിക്ക് അവസരമില്ല അവിടെ. കാരണം എന്റെ പോലെ അല്ലെങ്കിൽ എന്നേക്കാൾ കഴിവുള്ള ആർജിസ് അവിടെ എടുത്തു ഓൾറെഡി ഉണ്ടല്ലോ, പിന്നെ എങ്ങനെ കിട്ടും? അപ്പൊ ഞാൻ ഈ മിമിക്രിയൊക്കെ ആ സമയത്ത് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു തൃശ്ശൂരില്. റെഡ് എഫ് എം തൃശ്ശൂരില് ഇങ്ങനെ ഒരു പരിപാടി വരികയാണ്. അതായത് അവിടുത്തെ രതീഷ് എന്ന് പറഞ്ഞൊരു ആർജൻ ദുബായിക്ക് പോവാണ്. അപ്പോൾ ഒരു വേക്കൻസി ഉണ്ട്, ആരെല്ലാം ഉണ്ടോ എന്ന് എന്നോട് ചോദിക്കുന്നു മെസ്സഞ്ചറിൽ, ഫേസ്ബുക്കിന്റെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആ ആപ്പിൾ ടവറിലെ 7th ഫ്ലോറിൽ പാലാരിവട്ടത്ത് ഇരുന്നിട്ട് ആ മെസ്സഞ്ചറിൽ നോക്കുമ്പോൾ ഞാൻ എടാ ഒരാളുണ്ട്, ആരാ? ഞാൻ തന്നെയാണ്. ആരാണ്? ഞാനാണ്. അങ്ങനെ ഞാൻ തൃശ്ശൂർക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. ഞാൻ കയറി ചെന്നിട്ട് സാറേ വേറെ ഒന്നുമില്ല, എനിക്കൊരു അവസരം തന്നു നോക്കും, ഞാനിപ്പം മിമിക്രി ഒന്നുമല്ല ചെയ്യുന്നത്, RJ പരിപാടി, സാർ എനിക്കൊരു അവസരം താ എന്നൊരു സാർ തീരുമാനിക്കും. അത്ര നാളെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല സാർ. സാർ പറഞ്ഞു ഓക്കെ, എന്നാ നീ പോയിട്ടൊരു RJ ലിങ്ക് ഡമ്മി എടുക്കി. അപ്പം നേരെ റെഡ് എഫ് എം കൊച്ചിയിൽ ഞാൻ സ്റ്റുഡിയോയിൽ കയറിയിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിക്കണം. അപ്പോൾ അവിടെ സൗണ്ട് എഞ്ചിനീയർ കൃഷ്ണൻ വിളിക്കുന്നത്, ഞാൻ കിണ്ണാന്ന് വിളിക്കുന്നത്. കിണ്ണൻ പറഞ്ഞു അളിയാ നമുക്ക് സെറ്റാക്കാം, ഞാനില്ലേ കൂടെ എന്നൊക്കെ പറഞ്ഞ ടെൻഷനൊക്കെ മാറ്റി. ഞാനപ്പോൾ ഒരു വലിയ പേപ്പറിൽ ഇത്ര എഴുതിക്കൊണ്ടും വന്നിട്ടുണ്ട് RJ പറയണത്. ഹായ് ഹലോ നമസ്കാരം, സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് എഫ് എമ്മിൽ RJ സുരാജ് ആണ്. ഇന്നത്തെ ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ എനിക്ക് ഒരുപാട് ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. പുള്ളിയർ അതൊന്നും വേണ്ട, പേപ്പർ മാറ്റി കളഞ്ഞിട്ട് ഇനി പറഞ്ഞോളിയാൻ ബാക്കി എഡിറ്റ് ചെയ്ത് കൊടുത്തോളാം എന്നിട്ട് അങ്ങനെ കിണ്ണൻ്റെ ഒക്കെ ഹെൽപ്പ് കൊണ്ട് ഞാനത് ചെയ്ത് അരുൺ സാറിന് ഇഷ്ടമായി. അങ്ങനെ തൃശ്ശൂർക്ക് പോസ്റ്റിംഗ് കിട്ടി. അപ്പോഴും നമ്മൾ കൊച്ചിയിലെത്തിയിട്ടില്ല, സാംസ്കാരിക നഗരം വരെ എത്തിയിട്ടുള്ളൂ. അപ്പൊ കൊച്ചിയിലേക്ക് എത്തണമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു കൊച്ചിയിലേക്ക് തരണം, നീ അവിടെ തെളിയിക്കാദ്യം, നീ എന്തെങ്കിലുമൊക്കെ ചെയ്യും, എന്നിട്ട് നമുക്ക് നോക്കാൻ തുടങ്ങി. പിന്നെ നമ്മളവിടെ ഗ്രൗണ്ട് ഇവന്റ്സ് ഒരു ദിവസം ഒരു 4 ഇവന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങളൊരു ടീം സെറ്റായി. ശബരി, പിന്നെ സൗണ്ട് എഞ്ചിനീയർ അർജനിസ, അങ്ങനെ കുറച്ച് ലാവണ്യ ഒക്കെ ആയിട്ടൊരു ടീം സെറ്റായി. ആ ടീം നന്നായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവർ ഇംപ്രസ്ഡ് ആയി, നേരെ കൊച്ചിയിലേക്ക് വിളിച്ചു. 2015 ആ കാലഘട്ടത്തിൽ കൊച്ചിയിലായിരുന്നു പിന്നെ ബാക്കി പോരാട്ടം. അപ്പോഴും അവിടെ മറ്റേ ലൈവ് കിട്ടിയിരുന്നില്ല, എനിക്ക് റെക്കോർഡ് ഷോ ആയിരുന്നു. അതും സമയമാവട്ടെ പിന്നെ നമ്മളിങ്ങനെ അടുത്ത ലൈവാണ് ആഗ്രഹം. പക്ഷെ ഇപ്പോൾ കൊച്ചിയിൽ വൈകുന്നേരത്തെ 4 to 7 KL 935 എന്ന് പറഞ്ഞ ഷോ RJ നിതരുടെ ലൈവായിട്ട് ചെയ്യുന്നു. നമ്മൾ ആഗ്രഹിച്ച ടൈം കൊടുക്കണം. കാരണം ഈ ദൈവം അല്ലെങ്കിൽ പഠിച്ചോ അല്ലെങ്കിൽ മുകളിലിരിക്കുന്ന ഒരു പോസിറ്റീവ് വൈബ് കുറെ പേരില്ലേ, ഇത് എല്ലാവരുടെയും കാര്യങ്ങളും നേക്കണമല്ലോ. അപ്പം നമ്മൾ മാത്രമായിട്ട് ചില സമയത്ത് കിട്ടുന്ന വരില്ല. അപ്പോൾ എന്താഗ്രഹിച്ചാലും അത് കളയരുത്, ആഗ്രഹം കളയരുത്, അപ്പട്ടിരിക്കട്ടെ. അതുപോലെ ആക്ടിങ്ങിന്റെ കാര്യം ചോദിച്ചില്ലേ, ഇനി ഉത്തര സിനിമയുടെ പൂജയിൽ രഞ്ജിത്ത് എന്ന് പറഞ്ഞ എൻ്റെ റൈറ്റർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ബ്രോ ഒന്ന് ആങ്കർ ചെയ്യാൻ വരും. വൈ നോട്ട്, എന്റെ പണി ഇതാണല്ലോ. നേരെ എന്നെ പോയി കോട്ടക്കരൻ്റെ അടുത്ത് ആങ്കർ ചെയ്യുന്നു. അപ്പൊ ആങ്കർ ചെയ്ത് ഭയങ്കര ഇഷ്ടമായില്ലായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ശ്രീവത്സം ഗ്രൂപ്പ് ആയിരുന്നു എന്റെ പ്രൊഡക്ഷനൊക്കെ. അപ്പൊ ഞാൻ ചുമ്മാ ഇതിനുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ അഭിനയിക്കാൻ, ഒരു ക്യാരക്ടർ ഞാൻ 2 സീൻ ഇങ്ങനെ പറയണം എല്ലാവരോടും എത്ര 2 സീനിലൊന്ന് അഭിനയിപ്പിക്കുകയാണെങ്കിൽ ബ്രോ ഓക്കെ. അപ്പൊ അത്യാവശ്യം ഞാൻ ചെറിയ വെബ് സീരീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ എല്ലാവരോടും ചോദിക്കാറുണ്ട്, ഇത് എല്ലാവരും പറയാറുണ്ട്. അപ്പൊ മറ്റേ ഞാൻ കുറെ കേട്ടിട്ടുണ്ട് ഇത് ഞാൻ വിളിക്കൊന്നും ഉണ്ടാവില്ലല്ലോ. ഞാൻ പരിപാടി വിട്ടു. ഞാൻ എന്നിട്ട് പിന്നെ നമ്മുടെ ടീമിന്റെ ഒക്കെ ഇപ്പൊ ഒരു യാത്രയിലായിരുന്നു തോന്നുന്നു, റെഡ് എഫ് എം ടീമിന്റെ കൂടെ നിഖില് RJ ഞങ്ങളുടെ പ്രോഗ്രാം ഹെഡിന്റെ കൂടെ അവന്റെ വീട്ടിൽ ട്രിപ്പ് അടിച്ചാക്കിയിരുന്നു. കോഴിക്കോട് തലയാടായിരുന്നു, നല്ല സ്പോട്ടാണ്. അവിടെ വെച്ചിട്ടാണ് ഒരു കോൾ വരുന്നത്. അതെ ഒരു ക്യാരക്ടർ എന്നാ ബ്രോ ഒന്നോ അഭിനയിക്കുമെന്നോ പറ, എന്താ വേണ്ടേ? അപ്പൊ ഒരു പോലീസ് ക്യാരക്ടറാണ്, ഒരു SI മഹേഷ് എന്ന് പറഞ്ഞ അത്യാവശ്യം ഒരു 4-5 സീനുണ്ട്. വരാം എന്നാ? അപ്പൊ ഒരു ഡേറ്റ് പറഞ്ഞു. ഞാൻ ഡേറ്റ് ഓക്കെ ആണോ? ഓക്കെ ആക്കാം. അപ്പൊ തന്നെ നിഖിലെടുത്തുണ്ട്, ഞങ്ങള് എന്റെ പ്രോഗ്രാം ഹെഡാണ്. ഞാൻ പറഞ്ഞാ എനിക്കൊരു അവസരമുണ്ട്, നീ പിടിക്കണം, നമുക്ക് നോക്കാൻ ബാക്കി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആ സിനിമ പോയി ചെയ്യുന്നത്. അതും അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയാണ്. പിന്നെ ഏറ്റവും അധികം ഗുലുമാൽ എന്നുള്ള സിനിമയാണ് അഭിനയിച്ചത്. മറ്റേ കുഞ്ചാക്കോ ബോബൻ, ജയസൂര്യ, അതിൽ ഓഡീഷൻ വഴി കിട്ടിയത്. പക്ഷെ അതിൽ അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും എന്റെ ആൾക്കാരെന്ന് പറയും നീ ഇനി മെയിലിൽ അഭിനയിക്കുന്നത്. ഒന്നും അറിയില്ലായിരുന്നു ബ്രോ, ഒന്നും അറിയില്ലായിരുന്നു പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് പോലും ആ സമയത്ത് ഒരു ഇൻസ്ട്രക്ഷനും ആരും തന്നില്ല. ഇവരുടെ കൂടെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, കഥകളിയൊക്കെ കാണിക്കും. എനിക്ക് തന്നെ തോന്നും ദൈവം ഇതൊന്നും വരില്ലേന്ന്. അപ്പോ ഏഷ്യാന്റെ പ്ലസിൽ ഫുൾ ടൈം ഇത് തന്നെ. അപ്പൊ എന്റെ ഓഫീസിൽ ഇപ്പോഴും സ്റ്റിക്കറൊക്കെ ഉണ്ട്. ഞാൻ എന്തെങ്കിലും പറയുമ്പോഴേക്ക് ഈ സ്റ്റിക്കറൊക്കെ അയച്ചു തരും. ഫേസൊക്കെ ഇരിക്കണോ എന്റെ. അതൊരു മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ. പക്ഷെ സിനിമ എന്തെന്ന് അറിഞ്ഞാണ് എങ്കിലും എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയത് ഇനി ഉത്തരം. പിന്നെ ലാസ്റ്റ് ഇറങ്ങിയ കാലം എന്ന് പറഞ്ഞിട്ടൊരു ഒരു ക്രൈം ഫിക്ഷൻ പരിപാടി ഉണ്ടായിരുന്നു ഫ്ലവേഴ്സ് 24-ന്റെ. അതിൽ CI എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. അപ്പൊ ഞാൻ അതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ പിന്നെ നമ്മളൊരു കുറച്ച് നോർമൽ പരിപാടികൾ, റീലുകൾ എല്ലാം ചെയ്യുന്നുണ്ട്. ബിഗ് സ്ക്രീനാണ് ലക്ഷ്യം. കുറെ പേര് ഇങ്ങനെ വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
ഇപ്പോഴും ഞാൻ ആ പ്രതീക്ഷ ഇട്ടിട്ടില്ല, എവിടെയുണ്ട്, വിളിക്കട്ടെ. വെയിറ്റ് ചെയ്ത് ഋഷഭ് ഷെട്ടി വരെ എത്തി. അതെ അതെ, കണ്ടിരുന്നോ? കമന്റ് വല്ലതും കിട്ടിയിരുന്നോ ഡബ് ചെയ്തതിന്? എവിടെ? ഋഷഭിന്റെ ഞാൻ കണ്ടു. ഞാൻ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോ അദ്ദേഹം കാന്താരയുടെ ഇറങ്ങി 2ാമത്തെ ദിവസവും കറക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞിട്ടില്ല അപ്പോഴും. കാരണം കന്നഡയിൽ എന്തോ പുള്ളിക്ക് ഏതോ ഭാഗത്ത് ചെറിയൊരു പരിപാടി. അപ്പൊ സപ്തയിലാണ് ചെയ്യുന്നത്, കലൂര് സപ്തയില്. അപ്പോ സപ്തയിലെ ഹരി എനിക്കറിയാം. ഹരി ഞാൻ വിളിച്ചപ്പോൾ ഹരി പറഞ്ഞു ഇവിടെ ഉണ്ട്, സാർ ഇവിടെ ഉണ്ട്, സുരാജിനെ വന്നാൽ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെല്ലുക ചെയ്തത്. അപ്പൊ അതില് ചെന്ന് ഇദ്ദേഹത്തെ കാണുന്നു. പെട്ടെന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അസോസിയേറ്റ് പുള്ളിയുടെ മെയിൻ, എനിക്ക് തോന്നുന്നു പുള്ളിയുടെ എന്താണ് ഈ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു, ഇങ്ങനെ പറയുന്നു സാറിന് വേണ്ടി മലയാളം ഡബ് ചെയ്താണ്, ആർജിയാണ്. യെസ് ഗ്രേറ്റ് 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 വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സാധനം പറഞ്ഞു. കൂടുതൽ സംസാരിച്ചിട്ടില്ല. ഇനിയും വരുമെന്നാണ് പ്രതീക്ഷ. കാരണം മലയാളം പ്രൊമോഷൻ ആയിട്ട് വരും, കൊച്ചിയിലേക്ക് വരും. മാത്രമല്ല ഋഷഭിന് വലിയ പടങ്ങൾ ഇനി വരായിരിക്കും. കാരണം ജയ ഹനുമാൻ, ഛത്രപതി ശിവജി, അങ്ങനെ പറഞ്ഞ് വലിയ വലിയ പടങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പൊ ശബ്ദം ഇനിയും സുരാജ് തന്നെ ആവട്ടെ. ഇത് ഞാൻ പ്രതീക്ഷിക്കുകയാണത്. ഋഷഭിന്റെ മുഖം കാണുമ്പോ സുരാജിനെ വിളിക്കണം. ഇതൊക്കെ മറ്റേ അടുത്ത സ്വപ്നം ഉണ്ടോ എന്റെ? അവിടെ വെയിറ്റ് ചെയ്യാൻ അത് നടക്കും എന്ന് തന്നെ നമുക്ക് ഓഫ് കോഴ്സ് അങ്ങനെ വിചാരിക്കട്ടെ. അങ്ങനെ 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 ഒരു ആഗ്രഹം മനസ്സിൽ, അതൊരു കൊതിയായിട്ട് തന്നെ ഇരിക്കട്ടെ. അദ്ദേഹം കണ്ട് സുരാജിനെ വേണമെന്ന് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പോയിന്റിൽ ഞാൻ രക്ഷപ്പെട്ടു. ഋഷഭ് സാറ് കാരണമാണ് ഞാൻ ഇവിടെ ഇരിക്കണേ. എന്റെ ജീവിതം രക്ഷപ്പെടുത്തിയ പുള്ളിയാണ് ആക്ടറായിട്ടും. അതെ, നമുക്ക് ശബ്ദമാണ് അന്യമെങ്കിലും ആക്ടറായിട്ടും ആ പാഷനും ഭാവിയിൽ നടക്കട്ടെ. താങ്ക് യു ശ്രീജിത്തെ, താങ്ക് യു സോ മച്ച്. ഇതുപോലൊരു അവസരം തന്ന നിങ്ങളുടെ ചാനലിന് എല്ലാവിധ ആശംസകളും. കാരണം നമ്മളെയൊക്കെ പോലുള്ള കലാകാരന്മാർക്ക് പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കാനായിട്ടൊരു മനസ്സ് കാണിക്കുന്നുണ്ടല്ലോ, അതിന് താങ്ക് യു. അപ്പോൾ ഞാൻ അവസാനമായിട്ട് പറയാനായിട്ടുള്ളത്, എല്ലാ ചെറിയ കലാകാരന്മാർക്കും വേണ്ടത് കഴിവിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു അവസരമാണ്, ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു തിക്ത ബലമാണ് നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു അവസരം കിട്ടുമ്പോൾ അത് കളയരുത്, സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് അറ്റൻഡ് ചെയ്യുക, ബാക്കി എല്ലാം മാറ്റി വെക്കുക. കാരണം ജീവിതത്തിൽ അതിന് ബാക്ക് സ്പേസ് അടിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ഫോണിൽ ടൈപ്പ് ചെയ്ത് നമുക്ക് ബാക്ക് സ്പേസ് അടിക്കാം, പക്ഷേ ചില കാര്യങ്ങൾക്ക് നമുക്ക് ബാക്ക് സ്പേസ് ഇല്ല. ആഗ്രഹിക്കുക, അതിനുവേണ്ടി അധ്വാനിക്കുക. ഒരു ദിവസം, ഒറ്റ ദിവസം നിങ്ങളുടെ. ഓക്കെ, താങ്ക് യു ശ്രീ, താങ്ക് യു സോ മച്ച്.